അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ഇത് കണ്ടോ നമ്മുടെ കട്ട്ല. ചട്ടിതണ്ട് കത്തിച്ചു കത്തിച്ചു. അതായത് നമ്മുടെ നാട്ടിൽ സിലോപ്പി എന്നൊക്കെ പറയും, ഇവിടെ നമ്മൾ കട്ട്ല എന്നാ പറയുന്നത്. അപ്പൊ ഈ സാധനം വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മുളക് പൊടി ഇട്ടിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളക്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഒരു മിക്സിയിൽ ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ തന്നെ ഈ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാവേ. അപ്പൊ ഇതുണ്ടല്ലോ, നമ്മള് വലിയ എരിവില്ലാത്ത മുളകാണ് കേട്ടോ. അപ്പൊ മുളകിന് എരിവുണ്ടെങ്കിൽ അതിന്റെ എണ്ണം നമ്മൾ കുറയ്ക്കണം. ഇപ്പൊ നമ്മൾ 6 മുളക് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് 7 മീനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇനി നമുക്ക് ഇതിലേക്ക് 2 നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ചേക്കാം. അപ്പൊ ഇതെല്ലാം കൂടിയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. കുരു ഇല്ലാതെ ഇട്ടേക്കാം, കാരണം കുരു അരഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പ് വരും, കയ്പ് രസം വരും. അതുകൊണ്ട് കുരു ഇല്ലാതെ വേണം നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാനായിട്ട്. 2 കുരു വീണിട്ടുണ്ട് ഇങ്ങനത്തെ. അപ്പൊ നമുക്ക് വീണ 2 കുരു ഇങ്ങനത്തെ മാറ്റിയേക്കാം. അപ്പൊ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമ്മളുടെ മിക്സിയുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളുണ്ടല്ലോ, നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ മീനിനകത്തോട്ട് ചേർത്തിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ മസാലയ്ക്കകത്തോട്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മീനിനകത്തേക്ക് ചേർത്ത് റെഡിയാക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇതിനകത്തുണ്ടല്ലോ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പൊടി ഐറ്റംസ് ഒന്നുമില്ല, മുളകും ഇല്ല, മഞ്ഞളും ഇട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. ഇതിനൊരു ചെറിയൊരു സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോ എപ്പോഴും ഒരു കറുത്ത അല്ലെങ്കിൽ ചുവന്ന ഒരു കളർ. നമ്മൾ എന്താ പറയുക, ഏത് മീൻ വറുത്താലും നമുക്കൊരു മറ്റേ മുളക് പൊടിയുടെ ഒക്കെ ഒരു കറുത്ത ടേസ്റ്റ് അല്ലേ വരുന്നത്. ടേസ്റ്റ് അല്ല, അത് കാണുമ്പോൾ ഇതൊന്നുമില്ല. ഇത് സംഭവം കണ്ടു കഴിഞ്ഞാൽ നല്ല വെളുത്ത നിറത്തിയിരിക്കും, പക്ഷെ ടേസ്റ്റ് പച്ച കളറാണ് മെയിൻ മുന്നോട്ട് നിൽക്കുന്നത്. കാരണം നമ്മള് പച്ചമുളകല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ആയതുകൊണ്ട് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എരിവോ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇതിന്റെ അതെല്ലാം തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുണ്ടല്ലോ, ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റിന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ഇപ്പൊ നമുക്കൊന്ന് റെസ്റ്റിന് വെക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ സമയം റെസ്റ്റിന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത്ര നല്ലതാണ്. കാര്യം ഉപ്പും ഇതെല്ലാം നന്നായിട്ട് പിടിക്കും. കാര്യം ഇത് തേച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമുക്ക് ഇതൊന്ന് 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റിന് വെക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് റെസ്റ്റിന് വെച്ചായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ദാണ്ട പാൻ വെച്ചു, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാതെ. അപ്പം നമ്മൾ ഈ ഇതിൻ്റെ ഗ്രേവി, അതല്ല പേര് ഞാൻ മറന്നു പെട്ടത്. അപ്പം ഗ്രേവി നമ്മൾ അത്യാവശ്യം കൂടുതൽ എടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇതിൻ്റെ ഈ എണ്ണയിൽ തന്നെയാണ് കൊടുക്കണം. ഇത് ഈ വെള്ളമയമുള്ള പച്ചമുളകൊക്കെ ഉള്ള അങ്ങനെയുള്ള സാധനമല്ലേ. അപ്പൊ അത് കാരണം ഉണ്ടല്ലോ ചൂടെണ്ണയിലേക്ക് അതിന്റെ ഒരു റിയാക്ഷൻ എന്തായാലും അത് നമ്മൾ തീ കുറച്ചപ്പോൾ ബാക്കി വന്ന ഈ ഗ്രേവി എല്ലാം തന്നെ എല്ലാവരുടെയും ദേഹത്തങ്ങ് തേച്ചങ്ങ് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് പെരിയെ അതായത് നമ്മുടെ
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ഇത് ഷാലോ ഫ്രൈ. വളരെ കുറച്ച് മാത്രം എണ്ണ ഉപയോഗിച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അപ്പൊ നമ്മുടെ ഇവൻ ഇവിടെ നിന്ന് പതിയെ വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്കുണ്ടല്ലോ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കൊന്ന് തിരിച്ചിടണം. അപ്പൊ അതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്കപ്പോഴേ ഇത് തുറന്നു നോക്കാം. ഇപ്പൊ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ മീനെല്ലാം നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മീനിൻ്റെ അകത്തുള്ള വെള്ളം ഇറങ്ങി, നമ്മൾ ചേർത്ത മസാലക്കകത്തുനിന്നുള്ള വെള്ളം ഇറങ്ങി, എല്ലാം സെറ്റായിട്ടുണ്ട്. തിരിച്ചിടണം അല്ലേ? തിരിച്ചിടണം. എന്നിട്ട് നമുക്കിനി തിരിച്ചിട്ടിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് വെന്തിട്ട് ഇത് കണ്ട ഇതെല്ലാം വിണ്ട് നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് തിരിച്ചിട്ടിട്ടുണ്ടല്ലോ. ഇത് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് സംഭവം നല്ല റെഡിയായി. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു മീൻ വറുത്തതല്ല. കാരണം നമ്മൾ സാധാരണ ചെയ്യുമ്പോഴത്തേക്കിനും പച്ച മുളക് പൊടിയും മുളക് പൊടി കാര്യങ്ങളെല്ലാം ചേർത്ത് നല്ല തിക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാല് സാധാരണ നമ്മുടെ പച്ചക്കുരുമുളക് അരച്ച് വെക്കാറുണ്ട്. പക്ഷെ ഇത് നമ്മുടെ പച്ച കുരുമുളകൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇത് സാധാ പച്ചമുളക് എല്ലാവർക്കും കിട്ടാൻ എളുപ്പമുള്ള ഒരു സംഭവം. ഇത് നമ്മളുണ്ടല്ലോ മറ്റേ നമ്മുടെ ലോക്ക്ഡൗൺ വന്നില്ലേ, ലോക്ക്ഡൗൺ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്കന്ന് മുളക് പൊടി മേടിക്കാൻ പോകാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. എല്ലായിടത്തും അത് തന്നെയായിരുന്നല്ലോ അവസ്ഥ. അപ്പൊ ആ സമയത്ത് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചൊരു റെസിപ്പിയാണിത്. സംഭവം നല്ല സൂപ്പർ ടേസ്റ്റാണ്. സാധാരണ മീൻ വറയുടെ ഒരു ടേസ്റ്റും അല്ല, എന്നാലും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ട് ഏത് മീനാണെങ്കിലും ഉണ്ടല്ലോ സെയിം സംഭവം തന്നെ. പിന്നെ മീൻ വേണമെന്നൊന്നുമില്ല, ഏത് മീനാണെങ്കിലും. അന്ന് നമ്മൾ മേടിച്ചത് കഴിഞ്ഞാല് വളരെ കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടിയ അതെ. അന്ന് നമുക്ക് ഇവിടെ എങ്ങും ഇല്ലല്ലോ ആ സമയത്ത്. നമുക്കൊന്ന് വെളിയിൽ ഇറങ്ങാൻ പോലുള്ള സാഹചര്യം ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്കിയ സാധനമാണ്. പക്ഷെ സംഭവം സക്സസ് ആയിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കും. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മളിപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഇതിനൊന്ന് എന്താ പറയുക തുറന്നിരുന്നിട്ട് അതെല്ലാം പറ്റിയാൽ മാത്രം മതി. നമ്മളങ്ങ് കരിക്കൊള്ളി പോലെ ആക്കി എടുക്കുന്നില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ടേസ്റ്റ് നടക്കും. നമ്മളെപ്പോഴും ആ ഒരു ജ്യൂസി എഫക്റ്റ് നിന്നാലേ നമ്മുടെ മീനിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നുള്ളൂ. നല്ല മണം, നല്ല മണമാണ്, ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു മണം. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേക കാര്യം. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നല്ല വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിന് വറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞ് ഇത് നമ്മൾ കൂടുതൽ നേരം മൂപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. പക്ഷെ നമ്മളുണ്ടല്ലോ നമ്മുടെ മീൻ വറക്കുമ്പോഴത്തേക്ക് ആ ഒരു ജ്യൂസി എഫക്റ്റ് കിട്ടുന്നതാണ് ആ മീനിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പ് നോക്കാം. ചെറിയൊരു പീസ് നമുക്ക് എടുത്തിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് അടിപൊളിയായിരുന്നു സംഭവം. അപ്പോൾ ഇത് പറഞ്ഞല്ലോ, ഇപ്പം ഇത് നമ്മുടെ കട്ട്ലയാണ് വെച്ചാൽ അതായത് നമ്മുടെ നാട്ടിലെ ഫിലോപ്പി എന്ന് പറയും. അപ്പോൾ അതല്ല, വേറെ ഏത് മീനാണെങ്കിലും കൊള്ളാം. ഇതുപോലെ എന്താ പറയുക പച്ച മസാല അല്ലേ, പച്ച മസാല ചേർത്തിട്ട് അതായത് പച്ചമുളക്, ഇഞ്ചി, ഉപ്പ് ഇത്രയും നമ്മൾ ചേർത്തിട്ടുണ്ട്. കറിവേപ്പില, ചെറിയ ഉള്ളി ഇത്ര സാധനം ചേർത്ത് നന്നായിട്ട് അരച്ച് ഇതുപോലെ തേച്ചിട്ട് നമ്മുടെ ഏത് മീനാണ് ഒന്ന് അയല മത്തി എന്തായിക്കോട്ടെ ഏത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഒന്ന് കഴിച്ചുകൊണ്ട് സംഭവം നല്ല സൂപ്പർ ടേസ്റ്റാണ്. സാധനം ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് അല്ലേ, അടിപൊളി സാധനം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് പറയുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന്
ഓൺ ചെയ്തു. ഓൺ ചെയ്യണം. അപ്പോൾ നമ്മളിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. മൊബൈലിൽ നമുക്ക് അതിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് റെഡിയാക്കി വെച്ചുകോ. അപ്പോൾ അടുത്ത വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.